നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം. അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ. ഓർത്ത് വെച്ചോ. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLA-യുടെ മനസ്ഥിതി ഇതാണെങ്കിൽ ഭരണപക്ഷത്തെത്തുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുകയും എന്നെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത്. എങ്ങനെ വിശ്വസിക്കും ജനങ്ങൾ നിങ്ങൾ പറയുന്നതിനെയും ചെയ്യുന്നതിനെയും? നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം. അത് തരാം കേട്ടോ. ഈ പ്രതികരണം അഹങ്കാരത്തിന്റെയും അധികാര ഗർവിന്റെയുമാണ് എന്ന് സാമാന്യ ജനങ്ങൾക്ക് തോന്നിയാൽ കുറ്റം പറയാനാവില്ല. ഇതൊന്നും ഇതല്ലല്ലോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം. നിനക്ക് പാരിതോഷികം തരാം എന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാചകം അഹങ്കാരവും നിലവിലെ സംവിധാനത്തോടുള്ള പുച്ഛവും കലർന്നു വരുന്നതാണ്. അത് ജനപ്രതിനിധികൾക്ക് യോജിച്ച രീതിയുമല്ല. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടും എന്നതാണ് പരമമായ സത്യം. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം. അത് തരാം കേട്ടോ. ആ ഉദ്യോഗസ്ഥൻ ഇതെല്ലാം വളരെ സീനിയറായ ഒരു ഉദ്യോഗസ്ഥൻ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനാണ്. അതിനുശേഷം പറയുന്ന വാചകമാണ് നിന്റെ സർവീസ് പാരിതോഷികം. സർവീസ് പാരിതോഷികം എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം. അത് തരാം കേട്ടോ. എല്ലാ പൗരന്മാർക്കും ഒരൊറ്റ നിയമം നിലവിലിരിക്കുന്ന രാജ്യമല്ലേ? അവിടെ എന്താണ് ജനപ്രതിനിധിക്ക് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പ്രത്യേക പ്രിവിലേജ് ഉള്ളത്? അവിടെയാണ് ഷാഫി പറമ്പിൽ ആദ്യത്തെ പിഴവ് പറ്റിയത്. അവിടെ മനഃപൂർവ്വം ഒരു ഷോ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അനാവശ്യമായി കയറി തട്ടിക്കയറുകയാണ്. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം. അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ. ഓർത്ത് വെച്ചോ. നിന്റെ എത്ര തവണയാണെന്നറിയാമോ ആ വാചകം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഇന്നലെ രാവിലെ കെട്ടിപ്പൊക്കിയതൊക്കെ ഉച്ച കഴിഞ്ഞതോടുകൂടി